الله تعالى وبركاته. الحمد لله الحمد لله الذي كل شيء سواه فان وخلق الإنسان وعلمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث إلى كافة الإنس والجان. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله المولانا العلي العظيم. وقد قال نبينا وسيدنا وحبيبنا وقائدنا محمد مصطفى صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله الكريم وعليه وعلى آله وعلى أصحابه أفضل الصلوات وأزكى التسليم. سلسبيلا سار فيه سيد سادات سير سلسبيلا تسقى في الهالات كالسلسال سال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ മുസ്തഫ ഹാജി അവറുകളെ, ഇവിടെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ബാസ് മഅദനി ഉസ്താദ് അവറുകളെ, ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട അനീസ് കൗസർ ഉസ്താദ് അവറുകളെ,
പ്രാസ്താവിക ഭാഷണം നടത്താൻ പോകുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദ്, മറ്റു ഈ സ്റ്റേജിലിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, KIC വിദ്യാർത്ഥികളെ, പരമകാരുണ്യനും കരുണാനിധിയും പരമാധിപതിയുമായ പടച്ചവൻ നമ്മേവരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ സുഖാഡംബര കൊട്ടാരത്തിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അവനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മെ ഈ നിലയിൽ കൈപിടിച്ചുയർത്തിയ നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ഈ മേഖലയിൽ നമുക്ക് സഹകരണം ചെയ്തു തന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ സംഘാടകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. അല്ലാഹു അവരുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നതിലൂടെ മാതൃക ജീവിതം എന്നുള്ള പ്രവിശാലമായ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി, ഞാൻ ജനിക്കുകയും വളരുകയും ചെയ്ത ഈ നാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് സൗഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഫ് മറ. എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയുമ്പോൾ ഉറക്കെ സലാത്ത് ചെല്ലുക. ഇതൊരു സലാത്തിന്റെ മജ്ലിസായി നിങ്ങൾ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, ഇന്ന് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനിക്ക് ജീവിക്കാനുള്ള ജീവിത മാതൃക കാഴ്ചവെച്ചത് അത് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരൊറ്റ മുസ്ലിമിന് സംശയമില്ലാത്തൊരു വിഷയമാണ്. എന്തിനേറെ പറയണം, അമുസ്ലിമീങ്ങൾ അധിക പേർക്കും ആ വിഷയത്തിൽ തർക്കമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ലേഖകനായിരുന്ന മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭൂമി ലോകത്തിലേക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്തിലേക്ക് ദി ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാ. ആ ഗ്രന്ഥത്തിൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ചു പോലെ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവന്മാരായ 100 പേരെ രേഖപ്പെടുത്താൻ ആ മനുഷ്യനെ തീരുമാനിക്കുകയും അതിനേക്കുള്ള എല്ലാ സജ്ജീകരണം ആ മനുഷ്യൻ നടത്തിയപ്പോ ആ മനുഷ്യന്റെ മനസ്സിന്റെ കത്തളത്തിലേക്ക് ഒരു ചിന്ത കടന്നു ചെല്ലുകയാണ്. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ആ മനുഷ്യന് ചിന്തിച്ചു പോവുകയാണ്, ഭൂമി ലോകത്തോട് സമർപ്പിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിൽ ഞാൻ ആദ്യമായിട്ട് ആരെയാ അവരോട് പരിചയപ്പെടുത്തേണ്ടത്? അവസാനം ആ മനുഷ്യന് പരിശോധന നടത്തിയപ്പോൾ ഭൂമി ലോകത്തോട് സമർപ്പിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് അവരോട് പരിചയപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ വ്യക്തി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മനസ്സിലാക്കുകയും തന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ സ്ഥാനം അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് നൽകുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, സ്വയം ക്രിസ്തു മതസ്ഥനായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് തന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ സ്ഥാനം നൽകിയിട്ട് തന്റെ യേശുവിന് ആ ഗ്രന്ഥത്തിൽ 3ാമത്തെ സ്ഥാനം നൽകുകയാണെന്ന് ചരിത്രം നമ്മോട് പഠിപ്പിക്കുകയാ. മാത്രമല്ല, ഈ കാണുന്ന ഭൂമി ലോകം, ഈ ഭൂമിയിൽ എത്രയാ മതങ്ങളുള്ളത്, എത്രയാ ഭാഷകളുള്ളത്, ആ മതങ്ങളിൽ എത്രയാ ലേഖകന്മാരുള്ളത്, എത്രയാ കവികളുള്ളത്, അവരിൽ അധിക പേരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയവരാ. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ടാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ടാണ്. അതല്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി അങ്ങ് വലിയ സ്വഭാവത്തിനുള്ളവയാ എന്നുള്ള വിശേഷണം പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം
കണ്ടിട്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അവിടുത്തെ സ്വഭാവത്തിന്റെ ആ ജീവിതം കണ്ടിട്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അതല്ലേ ഒരു കവി പാടിയത്, ഖുദാനെ ലഗാ ജന്നത്ത് ബസായേ മുഹമ്മദേ, ഖുദാനെ ലഗാ ഹേ ജഹന്നം ഓർ ബുജായേ മുഹമ്മദേ. അല്ലാഹു ഒരു സ്വർഗം സൃഷ്ടിച്ചു, അതിൽ മുഹമ്മദ് ആളുകളെ കൊണ്ടുപോയി പാർപ്പിച്ചു. അല്ലാഹു ഒരു നരകം സൃഷ്ടിച്ചു, അതിനെ മുഹമ്മദ് ഊതിക്കെടുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ആ പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ട് എത്ര ആളുകളാ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കടന്നു വന്നത്? എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ സ്വഹാബികളുടെ സ്വഭാവം കണ്ടിട്ട് എത്ര ആളുകളാ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? നമുക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് വന്ന, നമ്മുടെ കേരളക്കരയിലേക്ക് കടന്നു വന്ന മാലിക് ബിൻ ദീനാർ സംഘവും കേരളക്കരയിലേക്ക് തൗഹീദിന്റെ മന്ത്രവുമായി കടന്നു വന്നപ്പോ അവരെ സ്വീകരിച്ചത് ആരാണെന്നറിയോ? അതാ മുസ്ലിമീങ്ങളായ ആളുകളാണ്. ആ മുസ്ലിമീങ്ങൾ അധിക പേരും പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതവരുടെ സ്വഭാവം കണ്ടിട്ടാണ്, അവരുടെ ജീവിതം കണ്ടിട്ടാ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എവിടെ നിന്നാണ് ഈ സ്വഹാബികൾക്ക് ഈ ജീവിതം കിട്ടിയത്? എവിടെ നിന്നാണ് ഈ സ്വഹാബികൾക്ക് ഈ സ്വഭാവം കിട്ടിയത്? അതല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നാണ്, അതല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്നാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു റസൂലല്ലാഹി അശ്റ സിനീഹി, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ 10 വർഷങ്ങളോളം ജോലി ചെയ്തൊരു മനുഷ്യനാ. പ്രവാചകർക്ക് വേണ്ടി 10 വർഷങ്ങളോളം ജോലി ചെയ്തൊരു സേവകനാ. ആ 10 വർഷത്തിന്റെ ഉള്ളിൽ ഇന്നേവരെന്നാല് പ്രവാചകനോട് ചേർന്നുള്ളൊരു വാക്കിനോട് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്തിനാടാൻ നീ അത് ചെയ്തെന്നോട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്ന അനുസേനക്കര് ചെയ്തുകൂടെയോ എന്നോട് ചോദിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച്, സ്വഭാവത്തെ കുറിച്ച് നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, രാപകലെന്നില്ലാതെ കഷ്ടപ്പെട്ട് നമ്മുടെ സേവന ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി എത്ര പ്രാവശ്യമാണ് ഈ ചേർന്ന് പറഞ്ഞിട്ടുള്ളത്? നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഉപ്പില്ലെന്ന് പറഞ്ഞിട്ട്, അത് ചൂടില്ലെന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് എടുത്തെറിയാൻ നീ എത്ര പ്രാവശ്യമാണ് എറിഞ്ഞിട്ടുള്ളത്? ആരുടെ മാതൃകയാണ് മോനെ ഇത്? ആരുടെ മാതൃകയാ? ആര് സ്വഭാവമാണ് ഇത്? എവിടുന്നാ നിനക്ക് പഠിപ്പിച്ച് നിനക്ക് കിട്ടിയത്? ഏത് സ്ഥാനാ നിനക്ക് പഠിപ്പിച്ചു തന്നത്? അത് ഇസ്ലാമിന്റെ മാതൃകയല്ല, അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സേവകനോട് പോലും ചെയ്യുന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ സ്വഭാവം കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സ്വഭാവമാണ് നാം സ്വീകരിക്കേണ്ടത്. ആ സ്വഭാവത്തെ അപ്പടി സ്വീകരിച്ചവരായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ടാണ് ആ സ്വഹാബികളുടെ ആ സ്വഭാവം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ആരാ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? വേണ്ട, ആരാ നന്നായിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, വന്ന ആളുകൾ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, നല്ല സ്വഭാവത്തിനുടമയാവുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതചര്യയെല്ലാം പഠിപ്പിക്കുന്നത് സ്വഭാവമാണ്. നിങ്ങൾ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുക. രണ്ടാമതായ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാണ്ട് ക്ഷമയുള്ള മനുഷ്യനാണ്, വല്ലാണ്ട് ക്ഷമയുള്ള മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമി ലോകത്തിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകനായി കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എത്ര ആളുകളാ ബുദ്ധിമുട്ടിച്ചത്? ആ പ്രവാചകൻ ഒരു ദിവസം കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് കൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കവേ അബൂജഹലും അവന്റെ അനുയായികളും കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിലേക്ക് അങ്ങ് പോയപ്പോ ഒരു ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് പ്രവാചകന്റെ പെരടിയുടെ മുകളിൽ വെക്കുകയാ, പ്രവാചകന്റെ കഴുത്തിന്റെ മുകളിൽ വെക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തല ഉയർത്താൻ കഴിയുന്നില്ല. സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ വല്ലാണ്ട് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ അബൂജഹലും അവന്റെ അനുയായികളും പൊട്ടിച്ചിരിച്ചെന്ന് ചരിത്രം നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഈ ദീൻ നിർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ എത്രയാ ക്ഷമിച്ചിട്ടുള്ളത്? ഈ
ദീനിന് വേണ്ടി എത്രയാ ക്ഷമിച്ചിട്ടുള്ളത്. ആ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത്. അതല്ലാതെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ ജീവനൊടുക്കാ മനസ്സ് കാണിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. ആത്മഹത്യ ചെയ്യാ മനസ്സ് കാണിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. എനിക്ക് താമസിക്കാൻ വീടില്ല, എനിക്കുള്ളൊരു 4 പെൺമക്കളാണ്, അവരെ കെട്ടിച്ചേക്കാൻ എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് വീട്ടിലുള്ള ആളുകളുടെ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത് വളരെയേറെ പ്രയാസത്തിലാണ് ഉസ്താദേ എന്ന് വേദനയുടെ കഥ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ക്ഷമിച്ചുകൊള്ളുക, ക്ഷമിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക അത് ക്ഷമയാണ്, അത് ക്ഷമയാണ്. ആ ക്ഷമയെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്ത് തരും, അതിനെ ക്ഷമിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കുക, രണ്ടാമതായിട്ട് പ്രവാചകന്റെ ക്ഷമയാണ്. വല്ലാണ്ട് ക്ഷമിച്ചൊരു മനുഷ്യനായ പ്രവാചകൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു മുസീബത്ത് വരുമ്പം ക്ഷമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രവാചകന്റെ ജീവിതം മുഴുവനും നമുക്ക് മാതൃകയാണ്. പക്ഷെ മുഴുവനും പറഞ്ഞിരിക്കാൻ ഇവിടെ സമയമില്ല, നിങ്ങൾക്കറിയാം, സമയമില്ല. അതുകൊണ്ട് അല്പകാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. വെറുതെ ചരിത്രങ്ങൾ കേട്ടിട്ട് വെറുതെ ഇരുന്നാ പോരാ, അതുകൊണ്ടൊരു ഗുണമില്ല. അതുകൊണ്ട് ആ ചരിത്രയിലുള്ള ഗുണപാഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നാലേ ഈ പ്രസംഗത്തിനൊക്കെയും അർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ചരിത്രങ്ങൾ കേട്ടാ പോരാ, അതിന്റെ ഉള്ളിലുള്ളതായ ഗുണപാഠങ്ങളെ നാം തിരഞ്ഞെടുക്കുക. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായ അല്ലാഹുവിന്റെ പ്രവാചകന് ഈ കാണുന്ന ദുനിയാവിന്റെ പിന്നാലെ പോയ മനുഷ്യനല്ല, ഈ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ പിന്നാലെ പോയ മനുഷ്യനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പോലൊരു റൂമിന്റെ കത്തളത്ത് ബെഡിന്റെ മുകളിൽ ഫാനിട്ട് കിടന്നുറങ്ങിയ മനുഷ്യനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഈത്തപ്പന ഓലകളിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പായിൽ നിന്ന് കടന്നേറ്റ് നടന്നു പോകുമ്പോ അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തില ആ ഓലയുടെ അടയാളങ്ങൾ കാണുമായിരുന്നെന്ന് ചരിത്രം നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, ആരെ കുറിച്ചായത് പറയുന്നത്? ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, എന്തിനേറെ പറയണം, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായത് പറയുന്നത്. എന്റെ മകളുടെ കല്യാണം ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ആഡംബരത്തിന്റെ കല്യാണം നടത്തണം. അത് ആകാശത്തിൽ വെച്ച് നടത്തണം, അത് വെള്ളത്തിന്റെ മുകളിൽ നടത്തണം, അത് കപ്പലിന്റെ ഉള്ളിൽ വെച്ച് നടത്തണം. ഇന്നേവരെ മനുഷ്യന് കഴിക്കാതെ ഭക്ഷണങ്ങൾ എനിക്കുണ്ടാക്കണം എന്ന് ഓർത്ത് എന്റെ ചിന്ത ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ കേട്ടുകൊള്ളുക. പകലെന്നില്ലാതെ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന പണം കൊണ്ടുപോയിട്ട് ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് ദൂർത്തടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ കേട്ടുകൊള്ളുക. നമ്മുടെ നായകന്റെ കഥയായത് പറയുന്നത്, ഒരു ദിവസം ഭക്ഷണം കഴിച്ച രണ്ടാമത്തെ ദിവസം കഴിക്കാ ഭക്ഷണമില്ലാതെ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ദുനിയാവിലേക്ക് ലളിതമായ ജീവിതത്തിന്റെ മാതൃകയായി ചെറുത്ത ആമിനാന്റെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ കഷ്ടപ്പാടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വാനലോകത്തിൽ നിന്ന് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുകയാണ്, അങ്ങയോട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുകയാ. മാത്രമല്ല, ഒരു കാര്യം ചോദിക്കാൻ വേണ്ട അല്ലാഹു അയച്ചതാണ് എന്നെ. അതുഹിബ്ബു അൻ തകൂന ഹാദിഹിൽ ജിബാലു ലഹബൻ വഫില്ലാഹ്, ഈ കാണുന്ന പർവ്വതങ്ങളെ, ഈ കാണുന്ന മലകളെ അങ്ങേക്കൊന്ന് സ്വർണമായി കിട്ടാ നബിയേ, അങ്ങേ ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രവാചകന്റെ വേദനയോടുള്ള ജീവിതം കണ്ടിട്ട് അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദൂതനയച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാ, ഈ കാണുന്ന പർവ്വതങ്ങള് അങ്ങേക്കൊന്ന് സ്വർണമായി കിട്ടാ നബിയെ അങ്ങേ ഇഷ്ടപ്പെടുന്നുണ്ടോ നബിയേ? എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, വളരെയേറെ കഷ്ടപ്പാടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് സ്വർണത്തിന്റെ ഓഫറുമായ ഒരു മനുഷ്യന് കടന്നു വന്നാൽ ആർത്തി കാണിക്കുന്ന മനുഷ്യന്മാർക്കിടയിലെ
നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചു പോലൊരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാ. ജിബ്രീലിന്റെ ചോദ്യം കേട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്പസമയം ഉണ്ടാതിരിക്കുകയാ. പ്രവാചകനൊന്നും പറയാതെ അല്പസമയം ഉണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലിനോട് പറയുകയാ, യോ ജിബ്രീൽ, ഇന്ന ദുനിയ ദാറുമല്ല ദാറലഹു. ജിബ്രീലേ, ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവ് ഒരു വീടില്ലാത്തവന്റെ വീടാണ്. മാലുമല്ല മാലലഹു, അത് സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ്. എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക. എത്രയേറെ പ്രവാചകന്മാർ പ്രസംഗിച്ചു, പണത്തിന്റെ പിന്നാലെ പോവല്ല മോനെ, ആഡംബരത്തിന്റെ പിന്നാലെ പോവല്ല മോനെ, അത് നിനക്ക് പരാജയമാണ്. എത്രയോ പ്രവാചകന്മാർ പ്രസംഗിച്ചെങ്കിലും പിന്നെയും ആ പണത്തിന്റെ പിന്നാലെ ഓടാ മനസ്സ് കാണിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, കേൾക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ്, ദുനിയാവിന്റെ പിന്നാലെ ഓടിപ്പോയിട്ട് ദുനിയാവിൽ ഒരു മിസ് കൂട്ടുന്ന മനുഷ്യനാരാ? അവനാരാണെന്നറിയുമോ? അവന് ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെന്ന് ഇന്നേ വരെ കള്ളം പറയാത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ സമയത്തിനാണ് ജിബ്രീൽ ദുആ ചെയ്യുന്നത്. തബ്ബസല്ലാഹു ബിൽ ഖൗലി സാബിത്, നബിയെ ഈ ഉറച്ച ഖൗൽ അല്ലാഹു സ്ഥിരപ്പെടുത്തി കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അതല്ലേ മഹാനായ ഭൂസുരിമാൻ നമ്മോട് ബുർദയിലൂടെ പഠിപ്പിച്ചത്. വറാബദത്തുൽ ജിബാൽ സുമ്മ മൻറഹബിഹി അൻ നഫ്സിഹി ഫറാഹ അയ്യാമ ശമമിഹി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് സഹിക്കാൻ കഴിയാത്ത എത്രയോ വസ്തുക്കളുണ്ട്. ഇന്നേ ഒരു പഞ്ചേന്ദ്ര പരിജ്ഞാനമില്ലാത്ത ഒരു പർവ്വതം വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, എന്റെ ശരീരം ഒന്നങ്ങേക്ക് സ്വർണ്ണമായി മാറട്ടെ, എന്റെ കൈകൾ ഉയർത്തിയാൽ അല്ലാഹു അത് മാറ്റി തരുമല്ലോ നബിയേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകനെടുക്കല്. പഞ്ചേന്ദ്ര പരിജ്ഞാനമില്ലാത്തൊരു പർവ്വതം വന്നിട്ട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, പ്രവാചകന് ഈ സമ്പത്തിന് വേണ്ടി ഇവരെ കൈ ഉയർത്തിട്ടില്ല. സാധാരണ അല്ലാഹുവിന്റെ പ്രവാചകന് ദുആ ചെയ്യാറുണ്ടെന്നറിയോ? അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ അല്ലാഹുവിന്റെ പാവപ്പെട്ടവനായി നീ ജീവിപ്പിക്കണേ, ഒരു പാവപ്പെട്ടവനായി നീ മരിപ്പിക്കണേ, ഒരു പാവപ്പെട്ടവനാ പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ ഒരു മിസ് കൂട്ടനെ എന്നായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന് ദുആ ചെയ്യുമായിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പണത്തിന്റെ പിന്നാലെ പോകുന്നത് അതല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതമല്ല, അതല്ലാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കേണ്ടത്, ദുനിയാവിന്റെ ആഡംബരത്തിന് പിന്നാലെ പോകുന്നത് അത് നമുക്കുള്ള മാതൃകയല്ല. പ്രവാചകൻ പറഞ്ഞത്, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവൻ ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ട് തോറ്റവനല്ല ബുദ്ധിയില്ലാത്തവൻ. ആരാ? ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് അതിന് ഒരു മിസ് കൂട്ടുന്നവനാണ് ബുദ്ധിയില്ലാത്തവന്. കാരണം എന്തെന്നറിയോ? ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ട് അവസാനം അല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് ഒന്നുമില്ലാതെ നരകത്തിലേക്ക് പോകാൻ ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവൻ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ നിഅമത്തായിട്ട് നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ? എന്നാൽ ദീനിന് വേണ്ടി ചെലവഴിക്കുക, ഇങ്ങനെയുള്ള സദസ്സിന് വേണ്ടി ചെലവഴിക്കുക. ഇവിടെയുള്ളതായ സംഘാടകർ ചിലപ്പോ ഇങ്ങനെയുള്ള പരിപാടി ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടായിരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീനിന് വേണ്ടി ചെലവഴിക്കുക. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, മുസീബത്ത് വരുമ്പോ, ബലാകൾ വരുമ്പോ ക്ഷമിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, ഈ മുസീബത്തുകൾ വരാതിരിക്കാൻ, അതല്ലെങ്കിൽ ബലാകൾ വരാതിരിക്കാൻ, എന്തിനെ ആ ബലാകൾ തടഞ്ഞു നിർത്താൻ ഈ ഭൂമി ലോകത്തുള്ള ഒരൊറ്റ ആയുധമാണ് സ്വതഖ. ഇത് അൻസാറിന്റെ വക പറഞ്ഞതല്ല, ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യർക്ക് അള്ളാഹിന്റെ മുസീബത്ത് ബലാകളെ തടുക്കാനുള്ള ഒരൊറ്റ ആയുധമാണ് സദഖ എന്നുള്ളത് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ,
ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതത്തെ മാതൃകയാക്കുക? എങ്ങനെയാ മാതൃകയാക്കുക പ്രവാചകന്റെ ജീവിതത്തെ? അത് അവിടുത്തെ ജീവിത ചര്യകളെ പിൻപറ്റുക. സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് നാം നിസ്സാരമാക്കി കളയുന്ന ആ സുന്നത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കൽ നിർബന്ധമാണ്. കാര്യം സുന്നത്താണെങ്കിലും ജീവിതത്തിൽ പകർത്തൽ അത് നിർബന്ധമാണ്. എന്തേ കാരണമെന്നറിയോ? ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ സ്വീകരിക്കോ? എന്താ കാരണമെന്നൊരു ഈ കാണുന്ന ഭൂമി ലോകം, ഈ ഭൂമി ലോകത്തിലേക്ക് അള്ളാഹു എന്നെയും നിങ്ങളെയും പടച്ചു വിട്ടു. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. ആ അനുഗ്രഹങ്ങൾക്കനുസരിതമായി അള്ളാഹ്ക്ക് വല്ലാണ്ട് നാം ഇബാദത്തുകൾ എടുത്ത് വല്ലാണ്ട് ശുക്ർ അർപ്പിച്ച് അള്ളാഹിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ അവസരത്തിലാണ് വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് മനുഷ്യന്റെ മനസ്സിന്റെ കത്തളത്തിലേക്ക് ഒരു ചിന്ത കടന്നു ചെല്ലുന്നത്. ഞാൻ അള്ളാഹിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്, വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അള്ളാഹു എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹു എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. വെറുതെ ഞാൻ സ്നേഹിച്ചാൽ മാത്രം പോരല്ലോ, അള്ളാഹു എന്നെ തിരിച്ച് സ്നേഹിക്കണം. അതുകൊണ്ട് പടച്ചവന്റെ സ്നേഹം എനിക്കില്ലെങ്കിൽ ആ സ്നേഹം പിടിച്ചു പറ്റാൻ എന്താ വഴി എന്നിങ്ങനെ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊന്നും അറിയാത്തൊരു അറബി സമൂഹത്തിലേക്ക് പ്രബോധകനായി കടന്നു വന്ന ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിന്റെ കത്തളത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ, നബിയേ താങ്കൾ പറയുക, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. എന്നാ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ കഴിയുന്നതാണെന്ന് അല്ലാഹു പറഞ്ഞ ഈ ഖുർആനിന്റെ ആശയത്തിലൂടെ ഓരോ മുസ്ലിമായി ജനിക്കുന്ന ഓരോ മനുഷ്യനിക്കും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന നിർബന്ധമാ. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോ ചിന്തിക്കാ കഴിവുള്ള മനുഷ്യന്റെ ചിന്താശക്തിയിലൂടെ ഒരു ചിന്ത കടന്നു ചെല്ലാൻ സാധിക്കുന്നതാ. എന്താണെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ, ഈ കാണുന്ന ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു വസ്തു, അതല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ ആ മനുഷ്യന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അവനോട് സ്നേഹം വരാ. അതല്ലെങ്കിൽ ആ വസ്തുവിന്റെ മുഞ്ച് കണ്ടിട്ട്, ആ വസ്തുവിന്റെ ഭംഗി കണ്ടിട്ട് എനിക്കതിനോട് സ്നേഹം വരാ. പക്ഷേ ഇന്നേ വരെ കാണാത്തൊരു മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞോ ഞാനെങ്ങനെയാ സ്നേഹിക്കുന്നത് ഉസ്താദേ എന്ന് മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു ചിന്ത കടന്നു വരാ. സഹാബത്ത് സ്നേഹിച്ചൊരു സത്യം തന്നെയാ, പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെങ്ങനെയാ സ്നേഹിക്കുന്നതെന്നാ മനുഷ്യന്റെ ചിന്ത എങ്ങളാ. എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാം. നമുക്ക് പ്രവാചകന് ലാഹിറായിട്ട് നമ്മോട് കൂടെ ഉണ്ടാവണമെന്നില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതെന്താ, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ഈ കാണുന്ന ഭൂമി ലോകത്തിന്റെ അല്ലാഹുവിന്റെ പ്രവാചകൻ 63 വർഷമാ ജീവിച്ചതെങ്കിൽ 63,000 വർഷം ജീവിക്കാം. ഒരു മനുഷ്യർക്ക് സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യർക്ക് തന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള സുന്നത്തുകൾ ബാക്കി വെച്ചിട്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ ഈ ഭൂമി ലോകത്ത് ഇവിടെ പറഞ്ഞത്. ആ സുന്നത്തുകൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരേ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുന്നതാണ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് വെക്കാൻ കഴിയുന്നതാണ്. സ്നേഹത്തിലൂടെ അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് പിടിച്ചു പറ്റാൻ കഴിയുന്നതാണ്, അതിലൂടെ വിജയം കണ്ടെത്താൻ നിനക്ക് കഴിയുന്നതാണ്. എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പൊ എന്താ നമ്മുടെ മുൻപിലുള്ള വഴി? അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതചര്യയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതശൈലി നാം പിൻപറ്റുക. അപ്പൊ പ്രവാചകനിലേക്ക്, സുന്നത്തിലൂടെ പ്രവാചകനിലേക്ക്, പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിലൂടെ വിജയത്തിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, സുന്നത്തിലൂടെ നമുക്ക് വിജയമുള്ളൂ. മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, സുന്നത്താണ് കാര്യമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് കടന്നു വരികയാണ്. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد.
പ്രവാചകന്റെ സുന്നത്താണ് നമുക്ക് കാര്യമെന്ന് നിങ്ങളോട് ഞാൻ പറയുമ്പോ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ? എല്ലാ സുന്നത്തുകളെയും വലിച്ചെറിഞ്ഞിട്ട് അള്ളാന്റെ പ്രവാചകന്റെ എല്ലാ സുന്നത്തുകളെ പുറങ്ങാലുകളെ കൊണ്ട് മാറ്റിയിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മോനെ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരാ, നമുക്ക് ഏത് മനുഷ്യനിക്കായെന്നറിയാത്തത് കള്ള് ഹറാമാ, കള്ളു കുടിക്കാൻ പാടില്ലെന്ന് ഏത് മനുഷ്യനിക്കായെന്നറിയാത്തത്. എന്നിട്ട് ആ മനുഷ്യനതാ രാത്രി തന്റെ കൂട്ടുകാരന്റെ കൂടെ മദ്യമകത്താക്കിയിട്ട് ഏകദേശം 1-2 മണിയാകുമ്പോ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എന്റെ വേദനയോടെ പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മാന്റെ അടിവയറ്റിലേക്ക് കാലെടുത്ത് വെക്കാ മനസ്സ് കാണിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. ഞാൻ പറയട്ടെ, റബീഉൽ മാസം കടന്നു വന്ന ഞാനെടുത്ത ഫോട്ടോ കൊണ്ടുപോയിട്ട് വലിയ ഫ്ലക്സിലേക്ക് അച്ചടിച്ചിട്ട് നാട്ടിലെത്താതെ ഫ്ലക്സ് അടിച്ചിട്ട് നാട്ടിലൂടെ കടന്നു വരുന്ന റബീന്റെ ഞാനിവിടെ മുമ്പാകെ നിന്നിട്ട് പേരെന്ന് ഇസ്ലാമിന്റെ മുദ്രാവാക്യം വിളിച്ചിട്ട് പ്രവാചകന്റെ മുഹിബാണെന്ന് പറഞ്ഞ എന്റെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക, നിനക്ക് യഥാർത്ഥമായിട്ട് മുഹിബാവാൻ സാധിക്കൂല. എന്റെ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ശരീരം നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരുന്നത് വരെ യഥാർത്ഥമായ മുഹിബാവാൻ നിനക്ക് സാധിക്കുകയില്ല. എങ്ങനെയാണ് നമ്മുടെ മഹാരഥന്മാർ സ്നേഹിച്ചത്? നമ്മളെ പോലെ കാര്യം കാണാൻ 10 സലാത്തിൽ സ്നേഹിച്ചവരല്ല, നമ്മളെ പോലെ കാര്യം കാണാൻ ഒരു ഫ്ലക്സ് അടിച്ച് സ്നേഹിച്ചവരല്ല. മഹാനായ ഹസൻ സഞ്ചരി പറയുകയാ, എന്റെ ശേഖാരിക്കുന്നതിൽ സൂര്യന്റെ അടുക്കൽ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് പള്ളി മിനാരത്തിൽ നിന്നൊരു ബാങ്ക് വിളി കേൾക്കുന്നത്. അതായത് നിസ്കാരത്തിന്റെ സമയം കടന്നു വരുന്നത്. എന്റെ ശേഖനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാ. എന്റെ സഹോദരങ്ങളെ, നമുക്കറിയാ ഒരു മനുഷ്യന് ഉദോ ചെയ്യുമ്പോ അതിൽ ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിൽ പെട്ട ഒരു സുന്നത്താണല്ലോ മനുഷ്യന്റെ കൈകൾ വിരലുകൾക്കിടയിൽ ചിക്ക കെട്ടുക എന്നുള്ളത്. മഹാനായ ശേഖ് അത് മറന്നു പോവുകയാണ്. ആ സമയത്തിലാണ് വാനലോകത്തിന് വിളിയാളം കേൾക്കുന്നത്, രാജല്ലേ താങ്കളല്ലേ വലിയ വാദം നടത്തുന്നയാ, പ്രവാചനമല്ലാതെ ഇഷ്ടപ്പെടുന്നവനാ, പ്രവാചനമല്ലാതെ സ്നേഹിക്കുന്നവനാ, ഞാനല്ലാതെ പ്രവാചകന്റെ ഉമ്മത്തിങ്ങളിൽ പെട്ടവനാ എന്ന് വാദം നടത്തുന്നയാൾ മനുഷ്യൻ നിങ്ങളല്ലേ. എന്നിട്ട് താങ്കൾ തന്നെയാണോ ഇവിടുത്തെ സുന്നത്ത് ഉപേക്ഷിക്കുന്നതെന്ന് വെളിയാളം അങ്ങ് കേട്ടപ്പോ എന്റെ സഹോദരങ്ങളാ മഹാരെന്ത് ചേരുന്നറിയോ? അത് അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ പതിവനായ അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യുകയാണ്. സുന്നതമേ സുന്നതിഹി മിൻ വഖ്തിനാ ഹാദാ ഇലാ വഖ്തിൽ മൗതി. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഇന്ന് ചിക്കകറ്റാ മറന്നുപോലെ ദിവസം മുതൽക്ക് എന്റെ ശരീരത്തിൽ ഒരു ശ്വാസത്തിന്റെ ഒരു അംശം ബാക്കിയാകുന്നത് വരെ പ്രവാചകന്റെ സുന്നത്തിന് ഒരൊറ്റ സുന്നത്ത് പോലും ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് സത്യം ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഏത് മനുഷ്യനിക്കാ ഇങ്ങനെ സത്യം ചെയ്യാ കഴിയുക? ഈ പരന്നു കിടക്കുന്ന ഭൂമി ലോകത്ത് എത്രയാ സുന്നത്തുകളുള്ളത്? ആ സുന്നത്തിൽ ഒരൊറ്റ സുന്നത്ത് പോലും ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് സത്യം ചെയ്യാ. ഏത് മനുഷ്യനിക്കാ കഴിയുക? കരിഞ്ഞില്ലെന്റെ സഹോദരങ്ങളെ. എന്നിട്ട് ഹസൻ സഞ്ചരി പറയുകയാണ്, ഞാൻ എന്റെ ശേഖന്റെ അരികത്തിൽ ഒരു ദിവസം ചെല്ലുമ്പോ എനിക്ക് വല്ലാതെ പ്രയാസപ്പെട്ടു പോയി, വല്ലാതെ വിഷമമായി. എന്തേ കാരണമെന്നറിയോ? ഞാൻ മനസ്സിലാക്കുക ആ ശേഖന്റെ അവസ്ഥ എങ്ങനെന്നറിയോ? ഒരു മനുഷ്യനിക്ക് ഉറക്കം വന്നു കരഞ്ഞാ ആ മനുഷ്യൻ എങ്ങനെയാണോ ഉറക്കിലേക്ക് വെറുതെ വീടുമ്പോ ആ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണോ ആ അവസ്ഥയിൽ എന്റെ ശേഖനെ ഞാൻ കണ്ടപ്പോ എനിക്ക് വല്ലാതെ വിഷമമായി. ഞാൻ എന്റെ ശേഖനോട് ചോദിച്ചെന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ശേഖോല് പറഞ്ഞിരുന്നെന്നറിയോ? എന്റെ ചെറുപ്പക്കാരെ, സിനിമാ ലോകത്തിന്റെ ഡയലോഗുകൾ മാറ്റി വെച്ചിട്ട് കയറ്റി വെക്ക്. മഹാരന്മാർ പറഞ്ഞ വാക്കുകൾ കയറ്റി
വെക്കുക. അവിടുന്ന് ആ ശേഖ പറയുകയാണ്, ഞാൻ അന്ന് ചിക്കകറ്റ മറന്നുപോലെ ദിവസം മുതൽക്ക് ഇന്നേ വരെ വല്ലാണ്ട് പരിഭ്രാന്തിയില്ല, വല്ലാണ്ട് വിഷമത്തില. എന്തേ കാരണം എന്നറിയോ? ഈ ഭൂമി ലോകത്ത് ഞാൻ വിട പറഞ്ഞു കഴിഞ്ഞ, അള്ളാന്റെ കോടതിയിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞ, നാളെ പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഈ മുഖം കൊണ്ട് ഞാൻ എങ്ങനെയാ കടന്നു ചെല്ലുക എന്നുള്ള വിഷയത്തിൽ ഞാൻ വല്ലാതെ പരിഭ്രാന്തിപ്പെടുകയാണ് എന്നവിടെ ശേഖ് പറയുകയാണ്. എന്റെ സഹോദരങ്ങൾ, എന്തിനു വേണ്ടിയാ? ഒരൊറ്റ സുന്നത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്തുകൾ പിൻപറ്റുക. അതല്ലാതെ എത്രയോ സുന്നത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെ വാദം എന്താ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ആരെങ്കിലും തൊട്ട് കളിച്ചാ അവന്റെ എല്ലുമുള്ളും പൊടിയാക്കുമെന്ന് പറയാ. എവിടെയാ എന്റെ ചെറുപ്പക്കാരാ? നമുക്ക് എങ്ങനെയാ അവകാശമുള്ളത്? ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ നാം ഉൾക്കൊള്ളുക. അതാണ് നമ്മുടെ മഹാരഥന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. മാത്രമല്ല, സുന്നത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സദസ്സിൽ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുമ്പോ എന്റെ പിന്നാലെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരെ വിചാരിക്കുന്നുണ്ടാവും, ഏതൊരു പ്രഭാഷകൻ ഇന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളെ കുറിച്ചല്ലേ പറയാറ്, തങ്ങളവർ മുമ്പിൽ വെച്ചിട്ട് പ്രസംഗിക്കുന്നത് ശരിയായി തോന്നുന്നില്ല. എന്നിരുന്നാലും അല്പം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വാങ്ങാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ ബാഗിലിരിക്കുന്ന പെണ്ണുങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഏത് പ്രസംഗികന്മാരും എന്നെ കുറിച്ച് നമ്മളെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ ഈ ചെറിയ ഉസ്താദ് നമ്മളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ നാം പിൻപറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളാണ് പ്രവാചകനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ. കാരണം എന്തെന്നറിയോ? നിങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ലോകം അതാണ്. എത്രയാ പെൺകുട്ടികൾ അന്യ ചെറുപ്പക്കാരുടെ ഇറങ്ങി പോകുന്നത്, സ്വന്തം മാതാപിതാക്കൾ എന്തിനേറെ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും വിട്ടറിഞ്ഞിട്ട് അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മമാരെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ നിങ്ങളാണ്. നിങ്ങൾ അവിടത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ഭൂമി ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എന്തേ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ഭൂമി ലോകത്തിലേക്ക് വരുമ്പോ നിങ്ങൾ വളരെയേറെ കഷ്ടത്തിലായിരുന്നു. എന്തേ കാരണം എന്നറിയോ? ഖുർആൻ തന്നെ നമ്മോട് പറയട്ടെ, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽഅൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂലിൻ നമർസുഹു ബിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. ആ കാലഘട്ടത്തിൽ ഒരു പെൺകുഞ്ഞിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞു. ആ പിതാവിന്റെ മുഖം കറുത്തിരണ്ട് പോവുകയാ. എന്തേ കാരണമെന്നറിയോ? ആ സമുദായത്തിലേക്ക് ഒരു പെൺകുഞ്ഞ് വലിച്ചു വീഴുന്നത് അത് മോശമായിട്ട് കാണുന്ന സമുദായമാ. ഒരു പെൺകുഞ്ഞ് വലിച്ചു വീണാ അത് ആക്ഷേപത്തിന്റെ വസ്തുവായി കാണുന്ന സമുദായമാ. ഓ സമയത്തിൽ ആ പിതാവ് ആക്ഷേപത്തെ പേടിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഓ സമയത്ത് ആ പിതാവിന്റെ മുന്നിൽ രണ്ട് വടികളാണ് ഉണ്ടാവുക. ഒന്നിരിക്കൽ ആ കുഞ്ഞിയെ ആക്ഷേപത്തോടുകൂടെ വളർത്തുക, അതല്ലെങ്കിൽ ആ കുഞ്ഞിയെ കൊണ്ടുപോയിട്ട് വിളിച്ചു മൂടുക. അവസാനം ആക്ഷേപം സഹിക്കാൻ കഴിയാതെ ഓ പിതാവ് എന്ത് ചെയ്യുന്നറിയോ? ജീവനോടെ തുടിപ്പോടെ വെടിപ്പോടെ കിടക്കുന്ന ആ കുഞ്ഞിയെ കൊണ്ടുപോയിട്ട് ആടി മണ്ണിന്റെ അടുത്തിൽ കുഴിച്ചു കൂടപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു വേണ്ടേ. ഓ കാലഘട്ടത്തിന്റെ രക്ഷപ്പെടുത്തിയതാരാ? അത് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിനക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയതാരാ? ഭാരതത്തിന്, ഇസ്ലാമിന് ഭാരതത്തിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴല്ല പെണ്ണെ നിനക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. അത് ലോകത്തിന്റെ
സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് മടങ്ങുക, മടങ്ങുക, ഹബീബിലേക്ക് മടങ്ങുക, ഹബീബിലേക്ക് മടങ്ങുക, എന്നാലേ നമുക്ക് വിജയമുള്ളൂ. അതല്ലാത്തൊരു തുളി വെളുത്ത ചെറുപ്പക്കാരനെ കാണുമ്പോ അവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നിന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പെങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞെന്താ? സ്വാഗത പ്രഭാഷണത്തിലൂടെ പറഞ്ഞില്ലേ നമ്മോട്, അന്തമാമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഈ കസാലയിലിരുന്ന് നിങ്ങൾ തീരുമാനിക്കുക, നാളെ കിടക്കേണ്ടത് ആരോടൊപ്പമാണ്? അവരെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. നാളെ നീ സ്നേഹിക്കുന്നത് തന്നെ ചെറുപ്പക്കാരനെയാണോ, സിനിമാ ലോകത്തിന്റെ ആളുകളെയാണോ? എന്നാൽ അവരോട് കൂടിയാ നാളെ നീ കിടക്കേണ്ടതെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്തിനെ യഥാർത്ഥമായിട്ട് പിൻപറ്റുക. എന്റെ പ്രിയമുള്ളവർ, ഞാൻ നിർത്താൻ പോവുകയാണ്. നമുക്കറിയാം, കുറെ പ്രഭാഷണം നടത്തണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, നോക്കിയിട്ട് വന്നതാണ്, പക്ഷേ സമയമില്ല. മാതൃക ജീവിതം എന്ന് പറയുമ്പോൾ ഈ ചുരുങ്ങിയ ഒരു സമയത്തിലൊക്കെയും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ട് കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയത്തിന്റെ അപാകത കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കറിയാം, മഹാനായ ശംസുൽ അനുസ്മരണം നടത്തുന്ന ഈ വേദിയിൽ മഹാനവറുകളെ പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സമയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മഹാനായ ശംസുൽ അംഗീകരിച്ച ചപ്പാരപ്പട ഇർഫാനെ അറബി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ചപ്പാരപ്പട ഷേഖന ഉസ്താദിന്റെ കീഴിലുള്ള ഇർഫാനെ അറബി കോളേജിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമാണ് ഞാൻ. ഇതേ വരാൻ പോകുന്ന 25 മുതൽക്കാണ് നമ്മുടെ സമ്മേളനം നടക്കാൻ പോവുക. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ വേളയിൽ ക്ഷണിക്കുകയാണ്. വളരെ നിങ്ങൾ ധാരാളം സമ്മേളനങ്ങൾക്ക് പോയവരായിരിക്കാം, പക്ഷെ അതെല്ലാം സമ്മേളനത്തിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു സമ്മേളനമാണ്. കാരണം അത് മഹത്തുക്കളുടെ ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമാധാനത്തിൻ്റെ സങ്കേതമാണ് ഇർഫാൻ അറബി കോളേജ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമുക്കറിയാം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള KC സ്ഥാപനം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ അന്യ ഒരു സ്ഥാപനം പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, അവിടത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഷേഖുന ചപ്പാരപ്പട ഉസ്താദിനെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെയും അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, കേസിലും പഠിക്കുന്ന ഈ ദുനിയാവിൻ്റെ ഭാഗങ്ങൾ പഠിക്കുന്ന അള്ളാഹിൻ്റെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി നാഫിയായ ഇൽമു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിക്കുന്ന ഇൽമിനെ നാഫിയാക്കി തരട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ എത്രയോ ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ചിട്ട് വന്നവരായിരിക്കാം. അല്ലാഹുവേ, നീ അവർക്ക് ആ ഉദ്ദേശങ്ങളെ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇങ്ങനെയുള്ള പ്രബോധന വേദിയിലേക്ക് കയറാൻ അല്ലാഹുവേ, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇൽമുകൾ പറഞ്ഞു തരാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളുടെയൊക്കെയും ദുആ ചെയ്യാൻ വേണ്ടി ഇൽമു പരിപൂർണമായി പഠിച്ചിട്ട് ഒരു ആലിമായിട്ട്, അതല്ലെങ്കിൽ ഉഖ്റവിയായ ആലിമായിട്ട് ഇറങ്ങാൻ നിങ്ങളൊക്കെയും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ലൊരു പ്രസംഗവും അതുപോലെ തന്നെ നല്ലൊരു സദസ്സും, നിറഞ്ഞ സദസ്സ്, മുതഅല്ലിമീങ്ങളുള്ള, പ്രത്യേകിച്ചും നമ്മളുടെ വേദിയിലിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. നമ്മളുടെ നാടിന് കിട്ടിയ ഭാഗ്യം